നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ അഷ്ടമഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അഷ്ടമഭാവത്തിനെ കുറിച്ച്, അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചും ഉയർച്ചയും താഴ്ചയും തരുന്ന അഷ്ടമഭാവത്തിൻ്റെ 2 ഗുണങ്ങളുണ്ട്. അതിൽ അഷ്ടമഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയോ അഷ്ടമാധിപന് ശുഭഗ്രഹ ബന്ധം വരികയോ, അഷ്ടമഭാവത്തിന് ശുഭഗ്രഹങ്ങളായിട്ടുള്ള ഗുരു, ശുക്രൻ, പൗർണമി, ചന്ദ്രൻ പോലുള്ള ഗ്രഹങ്ങളുടെ ബന്ധം വരികയൊക്കെ ചെയ്യുമ്പോൾ ഭാവത്തിനും ഒരു ഫലമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വിദേശത്തേക്ക് പോവുക, അതർ സ്റ്റേറ്റിൽ പോവുക, വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഗുണഫലങ്ങൾ, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോലുള്ള പ്രവൃത്തികളിലുള്ള ലാഭങ്ങൾ, അങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെയുള്ള ലാഭങ്ങൾ, അതെല്ലാം അഷ്ടമഭാവം തരുന്ന ഗുണഫലങ്ങളാണ്. അപ്പോൾ ഗുണഫലങ്ങളെക്കുറിച്ചൊക്കെ ലോട്ടറി, ഷെയർ മാർക്കറ്റിലെ വിജയം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഷെയർ മാർക്കറ്റിലെ വിജയം എന്ന് പറയുന്നത് അവിടെ 6-ാം ഭാവത്തിനും ഒരു പ്രാധാന്യമുണ്ട്. ഷെയർ മാർക്കറ്റിലെ വിജയം അവിചാരിത ധനയോഗം തന്നെയാണ്, പെട്ടെന്നുണ്ടാവുന്ന ധനലാഭം തന്നെയാണ്, നിധി കിട്ടുക, ഇതെല്ലാം അഷ്ടമാണ്, അവിചാരിത ധനയോഗം. പക്ഷേ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അപരനൻ്റെ, ശത്രുവിൻ്റെ ധനം നമുക്ക് വന്നു ചേരാനുള്ള ഒരു യോഗം കൂടിയുണ്ട്. അതിൽ ശത്രുവിൻ്റെ പറഞ്ഞാൽ അപരൻ്റെ, നമുക്ക് ഒരു പരിചയമില്ല. ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ആരുടെയെങ്കിലും നഷ്ടപ്പെടുന്ന ധനമാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വരിക. അപ്പോൾ അതെങ്ങനെ വരണം? അത് വരണമെങ്കിൽ അപരൻ്റെ ധനം നമുക്ക് വരാനുള്ള ഒരു യോഗം കൂടിയും വരണം. അങ്ങനെ ഒരു യോഗം തരുന്ന ഒരു ഭാവമാണ് 6-ാം ഭാവം. ശത്രുവിൻ്റെ വിജയം, അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്ന, അല്ലെങ്കിൽ യുദ്ധം, വിജയം. യുദ്ധം ഉണ്ടാകുമ്പോൾ തന്നെ യുദ്ധത്തിൽ പരാജയം ഉണ്ടാവും, വിജയം ഉണ്ടാവും. ഇതെല്ലാം വിജയം എന്ന് പറഞ്ഞാൽ 11-ാം ഭാവം കൂടി ചേർന്നാണെങ്കിലും ഇതെല്ലാം 6-ാം ഭാവത്തിൻ്റെ ശുഭത്വം കൂടി ഷെയർ മാർക്കറ്റിന് പ്രധാനമാണ്. അഷ്ടമത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ അഷ്ടമത്തിലെ അവിചാരിത ധനയോഗമാണ്. നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് ധനം വന്നു ചേരുക, അത് ഷെയർ മാർക്കറ്റിലൂടെ സംഭവിക്കും. പക്ഷെ അവിടെ വേറെ ഒന്നും കൂടി വേണം, 6-ാം ഭാവാധിപനും കൂടി ശുഭത്വം ഉണ്ടെങ്കിലാണ് നിരന്തരമായി, അതായത് ശത്രുവിൻ്റെ ധനം നമുക്ക് വന്നു ചേരാൻ, അതായത് പ്രോഫിറ്റ് കണ്ടിന്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ 6-ാം ഭാവത്തിനും കൂടി ഫലം വേണം. അപ്പോൾ ആ 6-ാം ഭാവത്തിനെ കുറിച്ചാണ്. ഭാവത്വം മാത്രമല്ല, ചില ചെറിയ ശുഭത്വങ്ങൾ, അഷ്ടമത്തിനേക്കാൾ കുറഞ്ഞ തരത്തിലുള്ള ശുഭത്വമുള്ളൂ 6-ാം ഭാവത്തിന്. എന്നാലും ആ 6-ാം ഭാവത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 6-ാം ഭാവം എന്ന് പറയുന്നത്, 6-ാം ഭാവത്തിൻ്റെ കാരകത്വം എന്ന് പറയുന്നത്, നമുക്ക് ദോഷം ചെയ്യുന്ന എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും കടമാണ് വരിക. രോഗം, ദുരിതം, കടം, അതുപോലെ ശത്രു, യുദ്ധം, കലഹം, അതുപോലെ ഈ കുടുംബകലഹങ്ങൾ, ഇതെല്ലാം വന്നിട്ട് 6-ാം ഭാവമാണ്. വ്രണം വരിക, രോഗം വരിക, ദുരിതം വരിക, കഷ്ടങ്ങൾ വരിക, സാമ്പത്തിക നഷ്ടങ്ങൾ വരിക, കടമാണ് പ്രധാനമായിട്ട്. ഇതെല്ലാം വരുന്നത് തരുന്നത് 6-ാം ഭാവമാണ്. അത് 6-ാം ഭാവത്തിൻ്റെ കാരകൻ ശനിയാണ്. 3 അതുപോലെ ചൊവ്വയാണ്. 6-ൽ ചൊവ്വയും ശനിയുമാണ്, അല്ലേ? ചൊവ്വ എന്താ തരുന്നത്? ചൊവ്വ തരുന്ന കാരകത്വം കലഹം, ശത്രുത, വഴക്ക് ഇത്യാദി കാര്യങ്ങൾ. ശനി തരുന്നതാണ് കടം, ദുരിതം, അല്ലെങ്കിൽ ദാരിദ്ര്യം, രോഗം. മഹാരോഗം ശനിയും രാഹു ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ്. മഹാരോഗങ്ങൾ ശനി രാഹു ചേരുന്നവർക്ക് ഉണ്ടാകുന്നതാണ്. മറ്റ് ആക്സിഡൻറ്റ് പോലുള്ള രോഗങ്ങൾ, രക്തം പുറത്തേക്ക് വരുന്ന രോഗങ്ങളെല്ലാം ചൊവ്വ തരുന്നതാണ്. അപ്പോൾ 6-ന് 2 കാരകത്വമുണ്ട്, ചൊവ്വയുണ്ട്, ശനിയുമുണ്ട്. ശനി നമുക്ക് തരുന്നത് ദാരിദ്ര്യമാണ്. പ്രധാനമായിട്ടും ശനി തരിക ദാരിദ്ര്യമാണ്. അപ്പോൾ കടം വന്നു, ശനിയായിരിക്കും. ശനി 6-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് കടം വരിക. രോഗം വന്നു, അത് രോഗത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ശനിക്കും ചൊവ്വയ്ക്കും പ്രാധാന്യമുണ്ട്. ശത്രുവിനെ തന്നു, ചൊവ്വയായിരിക്കും. വഴക്ക്, ബഹളം, കോടതി, പോലീസ് കേസ്, ഡൈവോഴ്സ്, ഇതെല്ലാം ചൊവ്വയാണ്. ചൊവ്വ 6-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് പാപത്വം വന്ന് നിൽക്കുന്ന സമയത്ത് എന്തു തരും? ശത്രു, വഴക്ക്, ബഹളം, യുദ്ധം, കോടതി കേസുകൾ, അങ്ങനെയുള്ള മുറിവ്, രക്തം വരുന്ന തരത്തിലുള്ള മുറിവ്, ആക്സിഡൻറ്റുകൾ, ഇതെല്ലാം ചൊവ്വ തരും.
അപ്പോൾ 2 ഗ്രഹങ്ങളുടെ കാരകത്വമാണ് 6-ാം ഭാവത്തിനുള്ളത്. ഒന്ന് ശനി, ഒന്ന് ചൊവ്വ. ശനിയുടെ കാരകത്വത്തിൽ പ്രധാനമായിട്ട് വരിക ദാരിദ്ര്യമാണ്. ശനി ദാരിദ്ര്യകാരകനാണ്, അധ്വാനകാരകനുമാണ്. അടിമത്വം ശനി തരുന്നതാണ്. സൂര്യൻ നമുക്ക് രാജത്വം തരുമ്പോൾ ശനി നമുക്ക് അടിമത്വം തരും. നമ്മൾ അടിമയെപ്പോലെ ജോലി ചെയ്യാം. നമുക്ക് അടിമയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ശനിയുടെ ശുഭത്വമാണ്. അതായത് നമുക്ക് തൊഴിലാളികൾ കൂടെ, അടിമ മീൻസ് ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ കൂടെ തൊഴിലാളികളാണ്. അപ്പോൾ നമുക്ക് സെർവൻസ് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നതും 6-ാം ഭാവമാണ്. ശനിക്ക് ശുഭത്വം വരെ, അല്ലെങ്കിൽ 6-ാം ഭാവാധിപന് ശുഭത്വം ഉണ്ടെങ്കിൽ നമുക്ക് സെർവൻസ് ഉണ്ട്. 6-ാം ഭാവാധിപൻ പാപനാണെങ്കിൽ നമ്മൾ സെർവൻ്റാണ്. സേവനം, ജോലിയിൽ സെർവൻ്റ്, ശാരീരിക അധ്വാനം കൂടുതൽ വരുന്ന ജോലി എല്ലാം ശനിയാണ്. അധ്വാന കാരകനാണ് ശനി. ശനിയുടെ കാരകത്വങ്ങൾ പറയുമ്പോൾ ദാരിദ്ര്യമുണ്ട്, അധ്വാനമുണ്ട്, ആത്മീയതയുണ്ട്. അപ്പോൾ 6-ാം ഭാവവുമായിട്ട് ശനിക്ക് ബന്ധം വരുമ്പോൾ, അതായത് 2 കാരകത്വമുണ്ട് എന്ന് പറഞ്ഞു, 2 ഗ്രഹങ്ങൾ, ഒന്ന് ചൊവ്വയാണ്, ഒന്ന് ശനിയാണ്. കൃത്യമായിട്ട് നമ്മൾ കടം വരുമോ അല്ലെങ്കിൽ രോഗം, ദുരിതം, ആക്സിഡൻറ്റ് പോലുള്ളത് വരുമോ അങ്ങനെ തീരുമാനിക്കുന്നത് ചൊവ്വയാണോ ശനിയാണോ 6-ാം ഭാവവുമായിട്ട് അല്ലെങ്കിൽ 6-ാം ഭാവാധിപനുമായിട്ട് യോഗം ചെയ്യുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 6-ാം ഭാവവുമായിട്ട് അല്ലെങ്കിൽ 6-ാം ഭാവാധിപൻ്റെ ദശ വരുന്ന സമയത്ത്, ദശ അല്ലെങ്കിൽ അപഹാരം വരുന്ന സമയത്ത് ശനിയായിട്ട് അല്ലെങ്കിൽ ശനിയുമായിട്ട് പാപത്വം വന്നിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശനിയാണ് 6-ാം ഭാവവുമായിട്ട് ബന്ധം വന്ന് നിൽക്കുന്നതെങ്കിൽ കടം വരാം, ദുരിതം വരാം, സെർവൻ്റായിട്ട് അടിമ ജോലി ചെയ്യേണ്ടി വരാം. കാര്യം നമ്മുടെ ബോസ് നമ്മളെ വളരെയധികം ഷൗട്ട് ചെയ്യും. നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഒരു അഭിമാനവും ഉണ്ടാവില്ല, സർവ്വ അഭിമാനങ്ങളും നഷ്ടപ്പെടാം. അതെല്ലാം ശനി ബന്ധം വരുന്നതാണ്. മറിച്ച് വലിയ അസുഖങ്ങൾ വരിക, വലിയ രോഗങ്ങൾ വരിക, ഇതും ശനിയാണ്. മറിച്ച് ശത്രുത, യുദ്ധങ്ങൾ, വഴക്ക്, ബഹളം, ദാമ്പത്യ കലഹം, ഡൈവോഴ്സ്, ഇങ്ങനെ ചുവന്ന ബിൽഡിങ്ങുകളുമായി ബന്ധപ്പെട്ട എല്ലാ ദുരിതങ്ങളും വരുന്നുണ്ടെങ്കിൽ അത് ചൊവ്വയുമായി ബന്ധപ്പെട്ട 6-ാം ഭാവമാണ്. 6-ാം ഭാവത്തിൻ്റെ 2 കാരകത്വത്തിനെയും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഓരോ 6-ാം ഭാവാധിപൻ എപ്പോഴാണ് നമുക്ക് ദോഷം തരിക, അല്ലെങ്കിൽ എങ്ങനെയാണിത് വരിക? നമുക്കൊരു രോഗം വരണം, അല്ലെങ്കിൽ കടം വരണം, ഒരു ദുരിതം വരണം, എങ്ങനെ വരും? 6-ാം ഭാവത്തിൻ്റെ ദശ വരണം. 6-ാം ഭാവാധിപൻ്റെ ദശ വന്നാൽ മതിയോ? ദശ വന്നാൽ പോരാ. 6-ാം ഭാവാധിപൻ 6-ാം ഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കണം. 6-ാം ഭാവത്തിൻ്റെ കേന്ദ്രത്തിലോ, 6-ാം ഭാവത്തിൻ്റെ ത്രികോണത്തിലോ, 6-ാം ഭാവത്തിലോ, 6-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്തോ, അല്ലെങ്കിൽ 12-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ 6-ലേക്ക് ദൃഷ്ടി ചെയ്യും. അങ്ങനെ നിൽക്കുന്ന 6-ാം ഭാവാധിപൻ്റെ ദശ വരണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ശുഭത്വം ഇല്ലാതിരിക്കും വേണം ഈ ഗ്രഹം. ഇപ്പം മേടലഗ്നത്തിന് 6-ാം ഭാവാധിപൻ ബുധനാണ്. ഉദാഹരണം പറയുകയാണ്, മേടലഗ്നത്തിന് 6-ാം ഭാവാധിപൻ ബുധനാണ്. ഈ ബുധൻ കന്നി ആണ് 6-ാം ഭാവം. കന്നിയിൽ നിന്നാൽ ഇദ്ദേഹത്തിന് ഒന്ന് ബുദ്ധി കെട്ടുപോകും. കാര്യം ബുദ്ധിയുടെ കാരകനാണ് ബുധൻ. ബുദ്ധി നശിച്ചു പോവും. ബുദ്ധിയില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്യും. ബുദ്ധി കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ വരും. ബുദ്ധികൾ കെട്ടുണ്ടാവുന്ന രോഗങ്ങൾ വരാം. വയസ്സിനനുസരിച്ചാണ് അത്, പ്രായത്തിനനുസരിച്ചാണ് വരിക. അതുപോലെ മറ്റു ദോഷങ്ങളൊക്കെ വരാം. ഈ ബുധനുമായി ശനിയാണ് ബന്ധം പെടുന്നതെങ്കിൽ, എന്നിട്ട് ബുധൻ്റെ ദശ നടക്കുകയാണ്. ബുധ-ശനി വളരെയധികം അടുത്ത് നിന്ന് 8 ഡിഗ്രിക്കോ 12 ഡിഗ്രിയുടെ ഉള്ളിൽ നിന്ന് ബുധൻ്റെ ദശ നടക്കുകയാണെങ്കിൽ കടം വർദ്ധിച്ചു വരും. കടം 6-ാം ഭാവത്തിൽ തന്നെ ബുധൻ നിൽക്കുന്നു, ബുധൻ്റെ കൂടെ ശനിയുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ബുധൻ്റെ ദശ നടക്കുകയാണ്. നമ്മുടെ പ്രായം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 28-50 വയസ്സ് വരെയൊക്കെ ആണെങ്കിലൊക്കെയാണ് കടം. അതിന് ശേഷമാണെങ്കിൽ ഒരു പക്ഷേ രോഗമായിട്ടാണ് വരിക. കാര്യം പ്രായത്തിനനുസരിച്ച്, പ്രായം എല്ലാം ഇതിൽ പ്രധാനമാണ്. ദശ വരുന്ന സമയത്ത് നമ്മളെല്ലാം നോക്കണം. ഇതൊരു സബ്ജക്റ്റിൽ ഒരു വിഷയം കൊണ്ടൊരു പ്രഡിക്ഷൻ പറ്റില്ല. പ്രായം പ്രധാനമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ കടം വരില്ല. അപ്പോൾ 8 വയസ്സിലാണ് ഈ ദശ വരുന്നത് വയ്ക്കുക, അല്ലെങ്കിൽ 8 വയസ്സ് വരെയാണ് ബുധദശ വരുന്നത് വയ്ക്കുക. അപ്പോൾ കടം വരില്ല. അപ്പോൾ രോഗം തന്നെയാണ് വരിക. ചെറിയ ബുദ്ധിമുട്ടുകളാണ് വരിക. പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും, ഓർമ്മക്കുറവ് വരും, വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കും പഠിക്കേണ്ട കാര്യത്തിലൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. ഓരോ പ്രായക്കാർക്കും അതിന് അവസരത്തിനനുസരിച്ചാണ് വരേണ്ടത്. അപ്പോൾ പ്രായം പ്രധാനമാണ്, കൂടെ ചേരുന്ന ഗ്രഹം പ്രധാനമാണ്.
ചൊവ്വയാണ് 6-ല്, മേടലഗ്നം, ലഗ്നാധിപന്റെ കൂടെയാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ദോഷങ്ങൾ ഉണ്ടാവും. എന്താണ്? ചൊവ്വ, അതുപോലെ രാഹു, ശനി എല്ലാം കൂടി ചേർന്നാണ് നിൽക്കുന്നത്. ചൊവ്വയ്ക്കാണ് അധിക ബന്ധം എന്ന് വയ്ക്കുക. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവുക, മുറിവുകൾ ഉണ്ടാവുക, വഴക്കുണ്ടാവുക, കോർട്ട് കേസ്, കോടതി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ആ 6-ാം ഭാവാധിപന്റെ ദശ ബുധന്റെ ദശയിൽ വരിക. ബുധന് ഭാവത്വം വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യമാണ് പറഞ്ഞത്. ബുധൻ 6-ൽ നിന്ന്, കന്നിയിൽ നിന്ന് ഉച്ചം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ബുധന്റെ കൂടെ ഭാവൻ വന്നു കഴിഞ്ഞാൽ ബുധൻ ഭാവനാവും. ബുധന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ബുധന്റെ കൂടെ ഏത് ഭാവൻ വന്നാലും ബുധൻ ഭാവനാവുന്നതുകൊണ്ട് ചൊവ്വ വന്നു കഴിഞ്ഞാലും ഭാവനാവും, ശനി വന്നാലും രാഹു വന്നാലും ഒക്കെ ബുധൻ ഭാവന. അതേസമയം ബുധന്റെ കൂടെ ശുക്രൻ വന്നു, കന്നിയിൽ നിന്നു, 6-ാം ഭാവമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് നല്ല പ്രായത്തിലുമാണ്, 20 വയസ്സ് മുതലുള്ള ഒരു പ്രായത്തിലാണ് ഇത് വരുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് കടം ഉണ്ടാവും. എങ്ങനെയുള്ള കടം ഉണ്ടാവും? നല്ല കടം ഉണ്ടാവും. നല്ല കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശുക്രൻ കൂടെ നിൽക്കുകയാണെങ്കിൽ ശുക്രന്റെ വീട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ വീട് വയ്ക്കാനോ കടം വാങ്ങിച്ച് ലോണ് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും EMI ആയിട്ട്. അതും കടമാണ്, പക്ഷെ അത് നല്ല കടമാണ്. എന്തിനുള്ള നല്ല കടം? വളർച്ചയ്ക്കുള്ള നല്ല കടം. അല്ലെങ്കിൽ ശുഭന്മാർ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പൗർണമി ചന്ദ്രന്റെ ദൃഷ്ടി, യോഗം വരില്ലല്ലോ ബുധന്, ദൃഷ്ടി വരികയാണ്. അതുപോലെ ശുക്രയോഗം, ഗുരു ദൃഷ്ടി അല്ലെങ്കിൽ യോഗം, ശുക്രന്റെ ദൃഷ്ടി വരില്ല, യോഗം മാത്രമേ വരൂ. ഇങ്ങനെയൊക്കെയുള്ള ശുഭത്വമാണ് ബുധന് വരുന്നെങ്കിൽ നല്ല കടങ്ങൾ വരും. അപ്പോൾ ഒരുപക്ഷെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 50 കോടി 100 കോടി കടമെടുത്ത് അതിന് EMI അല്ലെങ്കിൽ അത് അടച്ചു തീർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ബിസിനസ്സിൻ്റെ വളർച്ച അപ്പുറത്തുണ്ട്, പക്ഷെ കടക്കാരനായിരിക്കും, കടം വരും. അപ്പോൾ കടം 2 തരത്തിലും ഉണ്ട്. വളരാൻ വേണ്ടിയുള്ള കടമുണ്ട്, തളരാൻ വേണ്ടിയുള്ള കടമുണ്ട്. പാപഗ്രഹങ്ങൾ കൂടെ വരുമ്പോൾ അത് ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുമ്പോൾ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഗ്രഹത്തിൻ്റെ കൂടെ പാപനാണോ ശുഭനാണോ ദശ നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. പാപൻ ദശ നടത്തുക, പാപന്മാരാണ് കൂടെ നിൽക്കുന്നത് വയ്ക്കുക. അപ്പം നമ്മളൊരു മദ്യപാനിയാണ്, ഒരു നല്ല മദ്യപാനിയാണ്. നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂട്ട് കിട്ടുന്നത് നല്ല മദ്യപാനികൾ തന്നെയാണെന്ന് വയ്ക്കാം. അപ്പം നമ്മുടെ മദ്യപാന ശീലം വർദ്ധിക്കും, അതിന് നല്ല എൻജോയ് കിട്ടും. കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇതിന് താല്പര്യമുള്ളവരുമാണ്, കൂടെ നിൽക്കുന്നവരാണ്, നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായതുകൊണ്ട് നമ്മളത് എൻജോയ് ചെയ്ത് മദ്യപിക്കും. മറിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് ബഹുമാനിക്കേണ്ട ഒരാളാണ്, ഒന്നുകിൽ പോലീസുകാരനോ അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കേണ്ടുന്ന നമ്മുടെ പിതാവോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള ആരെങ്കിലുമാണ്. വൈകുന്നേര സമയമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു നല്ല നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ വീട്ടിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യം വഹിക്കുന്ന ആളോ പൂജാരിയോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മദ്യപാനശീലമുണ്ട്, സ്വഭാവമുണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മദ്യപിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. കാരണം കൂടെ നിൽക്കുന്ന ഗ്രഹം ശുഭനാണെങ്കിൽ ഇദ്ദേഹത്തിന് പാപത്വം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ചെയ്യാൻ പറ്റില്ല. അത്രയും നീചത്വമൊക്കെ ഉണ്ടെങ്കിലാണ്, അതായത് കൂടെ നിൽക്കുന്ന ഗ്രഹം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, കോമ സ്റ്റേജിൽ കിടക്കുന്ന പിതാവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ബലമുള്ള ഒരു പിതാവിൻ്റെ മുന്നിൽ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ബലമുള്ള ഒരു ശുഭൻ കൂടെ നിൽക്കുകയാണെങ്കിൽ എത്ര പാപനാണെങ്കിലും ഒതുങ്ങിക്കൊടുക്കും. മറിച്ച് പാപൻ്റെ കൂടെ മറ്റു പാപന്മാരെ, ഇപ്പോൾ ബുധൻ പാപനായിട്ട് 6-ൽ നിൽക്കുന്നു, അതിൽ കൂടെ ശനി, രാഹു, ചൊവ്വ ഇങ്ങനെയുള്ള പാപന്മാരാണെങ്കിൽ അവിടെ അവർ രുദ്രതാണ്ഡവം എന്ന് പറയുന്ന ഡാൻസ് കളിക്കും. കാര്യം ആ ബുധദശ 17 വർഷം നമ്മളെ വാട്ടിയെടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ്. അപ്പോൾ ഒരു ദശയ്ക്കുള്ള പ്രാധാന്യം അത് ഒന്ന്, ദശ എന്ന് പറയുന്നത് തന്നെ ആധിപത്യ ദോഷങ്ങളും ആധിപത്യ ഗുണങ്ങളും തരുന്നതാണ്. ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുമ്പോൾ കാരകത്വങ്ങൾ എപ്പോഴേ തരുള്ളൂ? കാരകത്വം പൂർണ്ണമായ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. ബുധന് ബലമുണ്ടെങ്കിൽ, ഇപ്പോൾ 6-ൽ നിൽക്കുന്ന ബുധൻ ബുദ്ധി ഉണ്ടാവും അദ്ദേഹത്തിന്. ആ ബുദ്ധി പക്ഷേ 6-ൽ നിന്ന് ഉച്ചം ചെയ്ത് നിൽക്കുന്ന മേടൻ ലഗ്നക്കാർക്ക് 6-ൽ ഉച്ചം ചെയ്ത് ബുധൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാവും. അത് കാരകത്വമാണ്. ബുധൻ ബുദ്ധിയുടെ കാരകനാണ്. ബുദ്ധി ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല കഴിവുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മൈൻഡ് ക്രിമിനലായിരിക്കും. 6-ാം ഭാവത്തിൻ്റെ എല്ലാ കള്ളത്തരവും കയ്യിലുണ്ടാവും. അതിനൊരു പൊടി പാപത്വം കൂടിയും വരുമ്പോഴും ബുദ്ധിക്ക് കുറയാത്ത രീതിയിൽ പാപത്തുണ്ടെങ്കിലും അത് ബുദ്ധിക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ക്രിമിനൽ കൂടും. ചൊവ്വ കൂടെ നിന്നു ക്രിമിനലിസം, കള്ളനാവും, ബുദ്ധിയുള്ള ഷാർപ്പ് കള്ളനാവും.
ചില സിനിമകളിലൊക്കെ കാണില്ലേ നമ്മൾ, രക്തം കിരീടങ്ങൾ അടിച്ചു മാറ്റുക, അങ്ങനെയുള്ള വളരെ ഷാർപ്പ് ബുദ്ധിയുള്ള കള്ളനായി. അപ്പോൾ ഭാവാധിപന്റെ കൂടെ ദശ നടത്തുന്ന സമയത്ത് ഏത് പാപനാണോ ശുഭനാണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനിയൊന്നാണ്, ഭാവാധിപൻ ഭാവവുമായി ബന്ധപ്പെടണം. അവിടെ ഞാൻ പറഞ്ഞ മേടലഗ്നത്തിന് 6ാം ഭാവ ബന്ധം വന്ന ബുധനാണ് ഈ ഫലം തരുന്നത്. അതേസമയം മേടലഗ്നത്തിന് 3ാം ഭാവം മിഥുന രാശിയുടെ അധിപനുമാരാണ് ബുധനാണ്. മിഥുന രാശിയിലാണ് നിൽക്കുന്ന ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ഭാവത്തിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞിരിക്കും. 20% ഉണ്ടാവുള്ളൂ. 80% 3ാം ഭാവത്തിൻ്റെ ഗുണങ്ങൾ, കീർത്തി, അതുപോലെയുള്ള വായന, എഴുത്ത്, കീർത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ധൈര്യം, വീര്യം, വിക്രമം, അങ്ങനെയൊക്കെയാണ് ബുധൻ കൊടുക്കുക. അപ്പോൾ എന്ത് വേണം? ഇപ്പോൾ 6ാം ഭാവാധിപന്റെ ദശ നടക്കുകയാണ്. മേടലഗ്നം എക്സാമ്പിൾ പറഞ്ഞാണ്, ഏത് ലഗ്നമാണെങ്കിലും മേടലഗ്നത്തിന് ബുധന്റെ ദശ നടക്കുകയാണെങ്കിൽ ഈ ബുധൻ ദശയിൽ ദോഷം തരാതിരിക്കണമെങ്കിൽ ബുധന്റെ 6ാം ഭാവമായ കന്നിയുടെ 6ലോ 8ലോ 12ലോ ബുധൻ നിന്നിട്ട് ദശ നടത്തണം. ഒന്ന്, അല്ലെങ്കിൽ ബുധന്റെ കൂടെ ശുഭനായിട്ടുള്ള ചന്ദ്രന്റെ, പൗർണമി ചന്ദ്രന്റെ ദൃഷ്ടിയോ ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ശുക്രൻ്റെയോ ദൃഷ്ടിയോഗങ്ങളോ വരണം. അപ്പോഴും കടം വരും, പക്ഷെ നല്ല കടങ്ങളായിരിക്കും. പക്ഷേ അതേസമയം കന്നിയുടെ 6, 8, 12 ഭാവങ്ങളിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ കന്നിക്ക് 6 എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. കന്നിയുടെ 6ാം രാശി കുംഭം രാശിയിൽ ബുധൻ നിൽക്കണം. അപ്പോൾ 11, മേടത്തിൻ്റെ 11 ബുധൻ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുള്ളൂ? മേടത്തിൻ്റെ 11 നിൽക്കുന്ന സമയത്ത് കന്നിയുടെ ഫലങ്ങൾ തരില്ല, മറിച്ച് മിഥുനത്തിൻ്റെ ഫലം, 3ാം ഭാവത്തിൻ്റെ ഫലങ്ങളാണ് അധികം തരിക. അതേപോലെ തന്നെ കന്നിയുടെ 8 മേടത്തിൽ തന്നെയാണ് നിൽക്കണം ബുധൻ എന്ന് വയ്ക്കുക. അപ്പോഴും ഇതിൻ്റെ ഫലം, കന്നി രാശിയുടെ 6ാം ഭാവാധിപൻ്റെ ഫലം അല്ല തരിക, അതേസമയം 3ാം ഭാവാധിപൻ്റെ ഫലം അധികം തരും. അതുപോലെ തന്നെ കന്നിയുടെ 12ാം ഭാവമായ ചിഹ്നത്തിൽ നിൽക്കുന്ന ബുധനാണെങ്കിലും എന്ത് സംഭവിക്കില്ല? പാപത്തും 6ാം ഭാവാദിത്യ ഫലം കുറഞ്ഞു നിൽക്കും. ഇതെല്ലാ ഭാവങ്ങൾക്കും എല്ലാ ഗ്രഹങ്ങളെയും ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത്, ഭാവത്തിൻ്റെ ഏത് ഭാവത്തിലാണ് ഗ്രഹം നിൽക്കുന്നത് നന്ന് ദശ നടത്തുന്നത്, ഗ്രഹത്തിൻ്റെ കൂടെ ശുഭനാണോ പാപനാണോ നിൽക്കുന്നത്, ഇതാണ് ഇമ്പോർട്ടൻ്റ്. ശുഭൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലം, പാപൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലം. ഇതാണ് ഫലമെടുക്കാനുള്ള വളരെ, ശുഭനും പാപനും കൂടിയും വരും ചില സമയത്ത് നമുക്ക് ഫലം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങൾ 3, 4 ഗ്രഹങ്ങൾ കൂടെ വരും. പക്ഷെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഗ്രി പ്രധാനമായിട്ട് നോക്കണം. മാത്രമല്ല ഏത് ഗ്രൂപ്പിലാണ് നോക്കണം, പിന്നെ ആ ദശ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 6ാം ഭാവത്തിനെയും 8ാം ഭാവത്തിനെയും എന്നല്ല എല്ലാ ഭാവത്തിലും ചിന്തിക്കേണ്ടത്. 6ാം ഭാവത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും അതുപോലെ 6ാം ഭാവത്തിൻ്റെ ഗുണവശങ്ങൾ, ഗുണം എന്ന് പറയുന്നത് എന്താണ്? ശത്രു വിജയമാണ്. ഷെയർ മാർക്കറ്റിൽ, അതായത് ശത്രുവിൻ്റെ ധനലാഭം, ശത്രുവിൽ നിന്ന് ലാഭം കിട്ടണമെങ്കിലും ഈ പറയുന്ന 6ാം ഭാവാധിപനെ ശുഭത്വം ചെയ്തിട്ട് ദശ നടത്തണം. ആ ദശയിലാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ധനം സ്ഥിരമായിട്ട്, അതായത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുടെ പൈസയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത്. അതിന് ഈ 6ാം ഭാവാധിപന് ശുഭത്വം വരണം, എന്നിട്ട് ദശ നടത്തണം. ശുഭക്ഷേത്രത്തിൽ നിന്ന് ശുഭത്വം വന്ന് ദശ നടത്തണം. അങ്ങനെയാണ് ഗുണങ്ങൾ. ഇതാണ് ശത്രുവിനെ വിജയിക്കുക. ഒരു മത്സരം ഉണ്ടാവുക, ആ മത്സരത്തിൽ അവന് ഗജകേസരി യോഗം പോലുള്ള യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശത്രു വിജയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശത്രു വിജയം തരിക. കോടതി കേസുകൾ വിജയം, കോടതി കേസുകളും ഇതൊക്കെ തരിക 6ാം ഭാവമാണ്. വിജയം തരിക എപ്പോഴും 11ാം ഭാവവും ഭാവബന്ധം വരുന്ന ഗ്രഹങ്ങളുമാണ്. ഇതിലൊക്കെ വന്നിട്ട് കേസ് വഴക്കിലേക്ക് കൊണ്ടുചെന്നാക്ക് 6ാം ഭാവമാണ്. അപ്പോൾ അതിൽ 2 കാരകന്മാരാണ്, ഒന്ന് ചൊവ്വയുണ്ട്, ഒന്ന് ശനിയുണ്ട്. രണ്ടിൻ്റെയും വ്യത്യസ്തമായ ഫലങ്ങളും പറഞ്ഞു. ശനി വന്നിട്ട് ദാരിദ്ര്യമാണ്, ചൊവ്വ വന്നിട്ട് ആക്സിഡന്റ് പോലുള്ള രക്തം വരുന്ന അല്ലെങ്കിൽ ചുവന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട കേസ് വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. 6ാം ഭാവത്തെക്കുറിച്ച് മിനിമം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.